السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يظلم الناس شيئا ولكن الناس أنفسهم يظلمون. صدق الله العلي العظيم. ഏറ്റവും അള്ളാഹു നൽകിയ വരദാനം, ഏറ്റവും വലിയ സമ്മാനം നമുക്ക് സമയമാണ്. ഒരാൾക്കും സമയത്തെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ചോദിച്ചിട്ട് കളവ് പറയുന്ന സംഗതി എന്താണ്? സമയം പറച്ചിലാണ്. ഒരാൾ നമ്മൾ ചോദിക്കുമ്പോൾ എത്ര സമയം കൊടുക്കണം, മറുപടി കളവായിരിക്കും. കാരണം എന്താ? ഇപ്പൊ എത്ര സമയം ചോദിക്കുമ്പോൾ ഉദാഹരണം 12:30 സമയത്താണ് ചോദിക്കുക, ഇപ്പൊ എത്ര സമയം? അവൻ പറയുമ്പോഴേക്ക് 12:31, 12:31 പ്ലസ് 1 സെക്കൻഡ് ആയിട്ടുണ്ടാകും. അപ്പൊ ചോദിച്ച സമയത്തുള്ള സമയം പറഞ്ഞാൽ കഴിയൂല. കാരണം കൃത്യത വെക്കാൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം സമയമാണ്. ഇപ്പൊ എത്ര സമയം ഉസ്താദ് ചോദിക്കാൻ ഞാൻ 10 മണി എന്ന് പറയുകയാണെങ്കിൽ പറയുമ്പോൾ 10 കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞെടുക്കാൻ പറ്റില്ല. അത്രമേൽ വളരെ പെട്ടെന്ന് നമ്മൾ ഇവിടെ പറയുന്നത് സമയമാണെങ്കിൽ 2026 നമ്മൾ പ്രവേശിക്കുകയാണ്. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പാപഭാരങ്ങൾ ഏറിയവനായി മാറിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരെ കുറിച്ചും ചിന്തിക്കുക. സുബ്ഹ് ഹോത്തി ഹൈ, ശാം ഹോത്തി ഹൈ, ഉമർ യൂഹി തമാം ഹോത്തി ഹൈ. രാവിലെയാകുന്നു, വൈകുന്നേരമാകുന്നു, സമയം അങ്ങനെ കൊഴിഞ്ഞു പോകുന്നു. പറഞ്ഞില്ല, തഖാതു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വ തവാനി. ഹൃദയത്തിന്റെ ഓരോ മുട്ടലുകളും ഒരു ക്ലോക്ക് മുട്ടുന്ന പോലെയാണ്. ഹൃദയത്തിന്റെ ഓരോ മിടുപ്പും ക്ലോക്കിന്റെ മിടുപ്പ് പോലെയാണ്. അതവനോട് വിളിച്ചോതുന്നത്. ഇന്നൽ ഹയാത ദഖായിഖു വ തവാനി. ഹൃദയമാകുന്ന ക്ലോക്ക് മിടിക്കുന്നത് നീ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും സമയം നിൽക്കുകയില്ല, ഒരിക്കലും ഒരു സെക്കൻഡ് പോലും ഘടികാരം നിൽക്കുന്നില്ല. കേടുവന്നാലും നിൽക്കുന്നില്ലല്ലോ സമയം. ഒരു മനുഷ്യന്റെ ജീവിതം അതുപോലെയാണ്. ഒരു വീട്ടിൽ നിന്ന് പുതിയാപ്പട മനോഹരമായി ചമഞ്ഞുരങ്ങിയിട്ട് ഇറങ്ങുമ്പോൾ, ഒരു വീട്ടിൽ നിന്ന് മണവാട്ടി ചമഞ്ഞുരങ്ങി പുറത്തിറങ്ങുമ്പോൾ, അപ്പുറത്തെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോ അപ്പുറത്തുനിന്ന് ചമഞ്ഞിറങ്ങുന്ന ഒരു പുതിയാപ്പടയുണ്ട്. പുതിയ 3 വസ്ത്രം ധരിപ്പിച്ച് സുഗന്ധമെല്ലാം ധരിപ്പിച്ച് സുഗന്ധം പൂശിയിട്ട് ഇറക്കുന്ന പുതിയാപ്പടന്റെ പേര് മയ്യത്താണ്. ഇദർ സിന്ദഗീക ദുൽഹൻ ബനേക. ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് മണവാട്ടി ഇറങ്ങുമ്പോ മറുനാട്ടിൽ ആ നാട്ടിലെ മറ്റൊരു ഭാഗത്തിൽ ഒരു മയ്യത്താണ് ഇറങ്ങുന്നത്. മനുഷ്യൻ ചിന്തിക്കുന്നില്ല എപ്പോഴും എന്റെ സന്തോഷം നിലനിൽക്കുമെന്നാണ്. ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നു, ഒരിക്കലും ഒരു സന്തോഷവും നിലനിൽക്കുന്നില്ല, ഒരു ദുഃഖവും നിലനിൽക്കുന്നില്ല. ഇന്നത്തെ സന്തോഷം നാളെ ഉണ്ടാവുകയില്ല, ഇന്നത്തെ ദുഃഖവും നാളെ ഉണ്ടാവുകയില്ല. എത്രയോ കാലം കഴിഞ്ഞു പോകുമ്പോ രാജാക്കന്മാര് പണിത വലിയ കൊട്ടാരങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. ആ രാജാക്കന്മാർ ബാക്കിയുണ്ടോ? അവരുടെ ബാക്കിയായിട്ടില്ല. കൊട്ടാരം പണിതവരും ബാക്കിയായിട്ടില്ല. ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നു, നമ്മൾ പണിത മണിമാളികകളും നമ്മൾ വാങ്ങിയിട്ട വാഹനങ്ങളും എല്ലാം ബാക്കിയാകുമ്പോഴും എല്ലാത്തിനോടും ഇടവാഞ്ഞു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഒരു മാസം 2000 3000 തേങ്ങ വയ്ക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഒരു കൊട്ട തേങ്ങ പോലും കബറിലേക്ക് വരുന്നില്ല. വലിയ വലിയ ലക്ഷക്കണക്കിന് വാടക കിട്ടുന്നവനാണെങ്കിലും 5 പൈസ പോലും എന്റെ കബറിലേക്ക് വരുന്നില്ല. അവൻ ഒഴിവ് സമയങ്ങൾ ചൊല്ലിയ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും സ്വലാത്തുമല്ലാതെ ഒന്നും കബറിലേക്ക് വരൂല. ഈ ചിന്തയാണ് മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത്. ഇനി ചിന്തിക്കുക, എനിക്ക് വേണ്ടി അവനാന്റെ കബർ അവനാണ്ടാക്കുക. ഒരു വർഷം കഴിഞ്ഞു, പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാണ്. ക്യാ പായ ഔർ ക്യാ കോയ. എന്ത് നേടി, എന്ത് നഷ്ടപ്പെടുത്തി? നമ്മൾ ഭൗതികമായി കണക്കെടുക്കും. നമ്മളെ ക്യാപിറ്റൽ എത്ര ഇറക്കിയത്, പ്രോഫിറ്റ് എത്ര കിട്ടിയത്. ഇനി ദീനീപരമായി നമ്മൾ എടുക്കി, എത്ര സുന്നത്ത് നോമ്പ് എടുത്തു. റമദാൻ കഴിഞ്ഞിട്ടേ ഞാനുങ്ങളൊക്കെ ആരോഗ്യത്തിന് കുഴപ്പമുള്ള ആൾക്കാരെന്ന് എത്ര സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ട്. റമദാനിക്ക് ഖുർആൻ എത്ര ഹത്തോതിയിട്ടുണ്ട്. ഒന്നുമില്ല മക്കളെ, സഹോദരൻ, ഒന്നുമില്ല. ഒന്നുമില്ല. നമ്മൾ വലിയ അഹങ്കാരം മരിച്ചു നടക്കുന്ന ആളുകൾ മാത്രം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല ഞാൻ, സെപ്റ്റിക് ടാങ്കിന് കുപ്പായമിട്ട് നടക്കുന്ന ഹതഭാഗ്യരായ മരത്തിന്റെ മരത്തിൽ സഞ്ചരിക്കുന്ന അഹങ്കാരിയാണ് മനുഷ്യൻ. ഇത്രയും നമുക്കുള്ളൂ. ഒരു കൊതുക് കൊത്തിയെടുത്ത രക്തം പോലും തിരിച്ചു വാങ്ങാൻ സാധ്യമല്ലാത്ത മനുഷ്യൻ, രക്തത്തിന്റെ ഗ്രൂപ്പ് മാറ്റാൻ സാധ്യമല്ലാത്ത മനുഷ്യൻ എത്ര ദുർബലനാണ്. പക്ഷേ നമ്മുടെ വയർ നിറയും, തല നിറയും. നമുക്ക് വിദ്വേഷവും പകയും എല്ലാം ആണെങ്കിൽ അതെല്ലാം ഇറക്കിയിട്ട് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കിടക്കുക. എനിക്ക് എന്തൊക്കെ അള്ളാഹുവിന് വേണ്ടി നേടിയെടുക്കാൻ സാധിച്ചു എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക. ഉമർത്തങ്ങൾ ഇപ്പൊ പുതിയ ഭരണത്തിൽ വരും. ഉമർത്തങ്ങളെ ശമ്പളം കൊടുത്ത് ഏൽപ്പിച്ചു. പലവട്ടം ഞാൻ പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തുക. ആരാ ഉമർത്തങ്ങൾ? ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള രാജ്യത്തിന്റെ അധിപനാണ്. ഉമർ എന്ന് കേട്ടാൽ പറക്കാത്ത ഒരു സിംഹാസനങ്ങളും ഇല്ലായിരുന്നു. ഉമർ എന്ന പേര് കേൾക്കുമ്പോഴേക്ക് പേടിച്ച് പറക്കുന്ന രാജ്യങ്ങളായിരുന്നു അവിടെ എല്ലാം ഉണ്ടായിരുന്നത്. ആ ഉമർത്തങ്ങൾ തന്റെ കൊട്ടാരത്തിൽ ശമ്പളം കൊടുത്തൊരു ജോലിക്കാരനെ നിർത്തുന്നുണ്ട്. എന്താണ് ശമ്പളക്കാരന്റെ ജോലി? എന്താ ജോലിക്കാരന്റെ പണി? എന്താ ഡ്യൂട്ടി? എന്തിനാ ശമ്പളം കൊടുക്കണമെന്നറിയോ? തന്റെ കൊട്ടാരം അടിച്ചു വാരാനല്ല, തന്റെ വീട് വൃത്തിയാക്കാനല്ല, കാവൽ നിൽക്കാനല്ല, തന്റെ വാഹനത്തിന്റെ ഡ്രൈവറായിട്ടല്ല, മറിച്ച് ഒഴിവ് സമയം വിശ്രമിച്ച് അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ ഒഴിവ് സമയത്ത് ആ പണിക്കാരൻ വന്നിട്ട് ഉമർത്തങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കണം, ഇന്നക മയ്യത്തുൻ വഇന്നഹും മയ്യതൂൻ.
ഉമറെ മരണമുണ്ട് ഉമറെ, അങ്ങ് മരണപ്പെട്ടു പോകേണ്ട മനുഷ്യനാണ്. ഏതു വലിയ രാജാവായാലും ഭരണാധികാരിയായാലും എത്രമേൽ രാജ്യങ്ങളും എത്രമേൽ പ്രവിശ്യകളും എത്രമേൽ ഗവർണർമാരും നിങ്ങൾക്ക് കീഴുണ്ടായാലും എത്രമേൽ അനുയായികൾ നിങ്ങൾക്ക് പിന്നാരമുണ്ടായാലും എല്ലാം കൈപിടിഞ്ഞുകൊണ്ട് മയ്യത്തായി പോകേണ്ടവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് മരണമുണ്ട് ഉമറെ എന്ന് രാവിലെ ഒരു വട്ടം ഓർമ്മപ്പെടുത്തണം, രാത്രി ഒരു വട്ടം ഓർമ്മപ്പെടുത്തണം. ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്ന് ഷീറ്റ് ഉണ്ടല്ലോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന്, അവർ എഴുതി കൊടുക്കും 1 വീതം 3 നേരം. ഇങ്ങനെ ഉമത്തങ്ങൾ ശമ്പളം കൊടുത്ത് ജോലിക്ക് നിർത്തിയ പണിക്കാരന്റെ പണി 1 വീതം 3 നേരം എന്ന പോലെ ഇടക്കിടക്ക് ഉമർത്തങ്ങൾ മുമ്പിൽ പോയി പറയണം, ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ. ഉമറെ നിങ്ങൾക്ക് മരണമുണ്ട്, അധികാരത്തിലും സിംഹാസനത്തിലും ഈ രാജകീയ പ്രൗഢിയിലും പടച്ചോനെ മറന്നു പോകരുത് ഉമറെ. ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ. നമുക്കൊരു കല്യാണം വന്നാൽ മതി, നമ്മൾ മറക്കും. ഒരു സർക്കാർ വന്നാൽ മതി, ജയിച്ചാൽ മതി, ആണും പെണ്ണും കുലുക്കി ചാടും, നമ്മളൊപ്പം കൂടും. തെറ്റാ നമുക്കറിയാം. പക്ഷേ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഒരൊറ്റ പണ്ഡിതനോടും ഒരു ഖതീബിനോടും ഒരു ഖാദിയോടും പറഞ്ഞു പോകരുത്, നിങ്ങളെന്തേ പറയാതിരുന്നത്, നിങ്ങളെന്തേ പ്രസംഗിക്കാതിരുന്നത്, നിങ്ങളോട് ധാരാളം പറഞ്ഞുകൂടായിരുന്നോ? നാളെ പടച്ച തമ്പുരാൻ ചോദിക്കുമല്ലോ, അലം യഅതികും നദീർ, മൂല്യമാർ വാദ് പറഞ്ഞു തന്നിരുന്നില്ലയോ, ഉസ്താദുമാർ പ്രസംഗിച്ചു തന്നിരുന്നില്ലയോ? അന്നൊരാളും പറഞ്ഞു പോകരുത്, പറഞ്ഞു തരാഞ്ഞിട്ടല്ല, വാദ് പറയാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് ഞങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കേവലം സന്തോഷം വരുമ്പോ അല്ലാഹുവിന്റെ ദീനിനെ കാറ്റിൽ പറഞ്ഞ് തുള്ളിച്ചാടുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ആവേശങ്ങളാകാം, ആഘോഷങ്ങളാകാം, എല്ലാം നമുക്കാകാം. പക്ഷേ പരിധി വേണം. രാജ്യം മുഴുവനും ഭരിക്കുമ്പോഴും ശമ്പളക്കാരന് ശമ്പളം കൊടുത്ത് നിർത്തിയത് ഉമറെ ഒരു മരണമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. ഉമർ തങ്ങളുടെ കയ്യിൽ ഒരു മോതിരമുണ്ടായിരുന്നു. ആ മോതിരത്തിൽ എന്താണ് എഴുതി വെച്ചതെന്നറിയോ? ഉമറെ മരണമുണ്ട് കേട്ടോ, ഒരിക്കലും മരണം മറന്നൊന്നും ചെയ്തു പോകരുത്. ഇത് എഴുതി വെച്ച മോതിരായിരുന്നു ഖലീഫന്റെ വിരലിൽ ഉണ്ടായിരുന്നത്. ഞാനൊരു ചെറിയ പുൽക്കൊടിയായിരുന്നുവെങ്കിൽ മൊത്തങ്ങൾ പറഞ്ഞതാണ് അരിയാത്തങ്ങൾ പറഞ്ഞത് ഉമ്മി, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഞാൻ അലസിപ്പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് റബ്ബിനോട് കർമ്മ പൂർത്തിയാക്കാൻ പറ്റിയല്ലോ എന്ന് മനസാക്ഷി കുത്താൻ നമ്മളോ എല്ലാം കിട്ടിയെന്ന അഹങ്കാരം. നിങ്ങൾ പറയല്ലോ, ഞാൻ ഒന്നും വിട്ടുകൊടുക്കൂല ഉസ്താദേ, ഞാൻ പുറത്തു കൊടുക്കൂല, മാഷറേക്കാണ്ട് വരട്ടെ. മാഷറ നിന്റെ അമ്മായിമതക്കാരാണല്ലോ അല്ലേ? അമ്പിയാക്കന്മാർ പോലും പേടിച്ച് വർച്ചിക്കുന്ന സമയം മാഷറ. അപ്പൊ നമ്മൾ ചെറിയ പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ അന്തല്ലാതെ പറയാണ് മാഷറേക്കാണ്ട് വരട്ടെ. അമ്പിയാക്കന്മാർ പോലും പോലും പേടിച്ച് നിൽക്കുന്ന ഭയന്ന് നിൽക്കുന്ന മാഷറേക്കാണ് അവർ നീട്ടി വെക്കുന്നത്. അതുകൊണ്ട് പ്ലീസ് പ്രാക്ടീസ് യുവർ ഫോർട്ടീനസ്. മാപ്പും വിട്ടുവീഴ്ചയും പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പിൽ മനസ്സറിഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കാൻ പഠിക്കുക. മറ്റുള്ളവർക്ക് മുമ്പിൽ സ്നേഹത്തിന്റെ വിഹായസ് തുറന്നു കൊടുക്കുക, സ്നേഹത്തിന്റെ പ്രപഞ്ചം തുറന്നു കൊടുക്കുക. മനുഷ്യനെ ഏറ്റവും പ്രാക്ടീസ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഫോർഗീവ്നെസ് ആണ്, അതായത് വിട്ടുവീഴ്ച എന്ന ഒന്നാണ്. 2025 കഴിഞ്ഞ് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ചിന്തകളായിരിക്കട്ടെ നമ്മളെ ഭരിക്കുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.